കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ യേശു അടുക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു: 3 നാളായി ഈ പുരുഷാരം എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്കകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് ദുഃഖം തോന്നുന്നു, അല്ലെങ്കിൽ മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല, കാരണം വഴിയിൽ വെച്ച് അവർ തളർന്നു പോകും. കർത്താവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ ജനമേ? ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവ് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചോ. ഒന്നവർക്ക് ഭക്ഷണമില്ല, കർത്താവിന് അറിയാം. രണ്ടവരെ പട്ടിണിയായി വിട്ടയപ്പാൻ അവനെ മനസ്സില്ല, കാരണം വഴി വെച്ച് തളർന്നു പോകും. പിന്നെ കർത്താവ് ആരംഭത്തിൽ പറയുന്നു, 3 നാളായി ഇവർ എന്നോട് കൂടെ തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ പേരിലെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ കർത്താവ് സകലം നമുക്ക് നൽകി തരും. കാരണം കർത്താവ് പറഞ്ഞു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. കർത്താവ് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ. പിന്നെയും വേറെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിയായി നമ്മൾക്ക് വേണ്ടി കൈവിട്ടെങ്കിൽ അവനോടുകൂടി ദൈവം നമുക്ക് സകലവും തരാതെ ഇരിക്കുമോ? നിശ്ചയമായും. ദൈവത്തിന്റെ പേരിൽ ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. ദൈവം ഭോഷ്കിന്റെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. അവൻ അസാധ്യവുമൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ ജനം ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കഷ്ടതകൾ കൂടെ നമ്മൾ കഷ്ടതകൾ കൂടി കടന്നു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഇങ്ങനെ നാം അനവധി കഷ്ടതകൾ കൂടി കടന്നുപോയി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ, ഒരു ദൈവവൈതലിന്റെ ജീവിതം കഷ്ടതയില്ലെങ്കിൽ, ഭാരങ്ങളില്ലെങ്കിൽ, പ്രയാസങ്ങളില്ലെങ്കിൽ നീ ഒരു ദൈവത്തിന്റെ പൈതലല്ല. യെസ്, നീ ഒരു ദൈവത്തിന്റെ പൈതലല്ല. ആരംഭത്തിൽ കർത്താവ് വിളിച്ച് അബ്രഹാമിനെ നോക്കുക. അനവധി കഷ്ടങ്ങള്, അനവധി പ്രതിസന്ധികൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മുടെ മാതൃക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിൽ കൂടി അബ്രഹാമിന്റെ അവകാശം നമുക്കുണ്ടെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ, റോമാലേഖനം വളരെ വ്യക്തമാക്കുമ്പോൾ, ആമീൻ അബ്രഹാം നമ്മുടെ പിതാവായിരുന്നു. അപ്പോൾ നമ്മുടെ പിതാവ് എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ അതല്ലേ നമ്മുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ശോധനകൾ ഉണ്ടാകും, ദൈവം താഴ്ത്തും, പരീക്ഷിക്കും, യുദ്ധങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ഇല്ലായ്മകളുണ്ടാകും. അബ്രഹാമിന് ഇല്ലായ്മയില്ലാതെ 25 വർഷക്കാലം ഇല്ലായ്മയിൽ കൂടെ നടന്നത്. ഏതെങ്കിലും ഒരു ഇല്ലായ്മ, ഒരുപക്ഷെ എന്റെ ഇല്ലായ്മയല്ല നിങ്ങളുടെ ഇല്ലായ്മ, നിങ്ങളുടെ ഇല്ലായ്മയിൽ വേറൊരാളിന്റെ ഇല്ലായ്മ, പക്ഷെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇല്ലായ്മ തന്നെയാണ്. ദൈവത്തിന്റെ പേരിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി സർവശക്തനായ ദൈവം പറയുന്നു, ആമീൻ, നീ വിശ്വസിക്കുക, നീ കൂടുതൽ വിശ്വസിക്കുക, നീ എപ്പോഴും വിശ്വസിക്കുക, പിന്നെയും നീ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പേരിലെ നിന്റെ കഷ്ടങ്ങളെ ദൈവം അറിയുന്നു. അവന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷണം നിന്റെ കഷ്ടം അറിയുക എന്നുള്ളതായിരുന്നു. നിന്റെ ഭാരങ്ങളെ അവനറിയും, നിന്റെ സങ്കടങ്ങളെ അവനറിയും, നിന്റെ കണ്ണുനീരിനെ അവനറിയുന്നു. ദൈവത്തിന്റെ പേരിൽ എല്ലാം അറിയുന്ന, എല്ലാം ഈ ഭൂമിയിൽ വന്ന് തന്റെ മനുഷ്യരൂപത്തിൽ ഇരുന്ന് എല്ലാം അവൻ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട ഉന്നതങ്ങളിലേക്ക് കയറി പോയത് കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ നീ ഭാരപ്പെടേണ്ട. കഷ്ടങ്ങളിൽ കൂടി കടന്നിട്ട് വേണം നമുക്ക് എന്ത് ലഭിപ്പാൻ? ഔന്നത്യം ലഭിക്കും, ഉന്നതി ലഭിക്കുക, സ്വർഗരാജ്യം നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സകലവും തനിക്ക് ഛേദമെന്ന് എണ്ണിയാ മുന്നോട്ട് പോയത്. കാരണം സ്വർഗീയ വെളിപ്പാട് കണ്ടു. സ്വർഗീയ വെളിപ്പാട് അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഈ ജഡ എപ്പോഴായാലും ഉടഞ്ഞു പോകുന്നു. അത് ട്രംപിന്റെ ആയാലും ഉടയും, അല്ല പുട്ടിന്റെ ആയാലും ഉടയും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് മനുഷ്യനായ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മനുഷ്യജന്മം എടുത്ത് ഏതവന്റെയും ശരീരം ഉടഞ്ഞു തകരും. കാരണം അവനെ മണ്ണ് കൊണ്ട് വനഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഉടഞ്ഞു തകർന്നാലും ആമീൻ, കർത്താവിന്റെ കല്ലറ ശൂന്യമായിരിക്കുന്നത് പോലെ ഉടഞ്ഞു തകരുമ്പോൾ എടുത്ത് മണ്ണിൽ വെക്കും. പക്ഷേ നമ്മുടെ കല്ലറ തുറക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവത്തിന്റെ പേരിലെ. അതുകൊണ്ട് ഈ ലോകത്തിൽ ജഡത്തിൽ നമ്മൾ ആയിരിക്കും, കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആമീൻ, അതിന് ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ കഷ്ടങ്ങൾ കൂടി കടന്നിട്ട് വേണം ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ. അതിനപ്പുറമായി കർത്താവ് പറഞ്ഞ ആമീൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ പേരിലെ പലപ്പോഴും ആമീൻ ജീവിതത്തിന് പ്രതിസന്ധി നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിലേക്ക് ആശ്രയം അർപ്പിച്ച് കൂടുതൽ വിശ്വസിപ്പാൻ നമ്മൾ വിശ്വാസം ക്ഷീണിച്ചു പോകുന്ന അനുഭവം, നമ്മളെ വിശ്വാസം ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. പാടില്ല ദൈവത്തിന്റെ പൈതലെ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിൽ ആഴത്തിൽ വിശ്വസിക്കണം, വീണ്ടും വിശ്വസിക്കണം, എപ്പോഴും വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞ് 9 മാസം കഴിയുമ്പോൾ പുറത്തു വരുന്നത് പോലെ നിന്നോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിശ്ചയമായി നിന്റെ എന്റെ മുമ്പിൽ എത്തിപ്പാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. അവന് സകലതും കഴിയും, അവൻ അസാധ്യമൊന്നുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകും.